നിറയെ പൂക്കളുണ്ടാകണ അടീനിയത്തുമ്മ വിത്ത് പിടിക്കണത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് കാണിക്കണത്. പൂക്കളുണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മുകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അടീനിയത്തിൻ്റെ വിത്ത് പുറത്തേക്ക് വരിക കേട്ടോ. ശരിയായ രീതിയിൽ പരാഗണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള കുഞ്ഞ് കൊമ്പുകൾ പോലെ മുളച്ചു വരും, അല്ലെങ്കിൽ പൊന്തി വരും. ഈ പൊന്തി വരുന്നതാണ് അടീനിയത്തിൻ്റെ പോട് എന്ന് പറയുന്നത്. ഈ പോടിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് പരാഗണം നടന്നിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 100 വിത്ത് വരെയൊക്കെ നമുക്കൊരു പോടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയധികം വിത്തുകൾ അടീനിയത്തുമ്മ ഉണ്ടാവും. അത് അടീനിയത്തിൻ്റെ വളർച്ചയും അതിൻ്റെ പഴക്കൊക്കെ അനുസരിച്ച് വിത്തുകൾ ഉണ്ടാവുന്നതിൻ്റെ എണ്ണവും ഇതൊക്കെ കൂടും. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ അടീനിയം നല്ലോണം പൂത്തിട്ടുണ്ടായിരുന്നു. കൂടുതലുണ്ടാവുമ്പോൾ തന്നെ തേനീച്ചകളും അതുപോലെയുള്ള ചെറുപ്രാണികളൊക്കെ കൂടുതൽ വരും. അങ്ങനെ കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിത്തുകളും കിട്ടും. അങ്ങനെ പ്രാണികൾ മൂലം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് പരാഗണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്രിമ പരാഗണവും ഇതിൽ നടത്തി കൊടുക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്രകാരം ഉണ്ട്. അത് കാരണം കൊണ്ട് ഞാനിതിൽ അതൊന്നും ചെയ്യണില്ല. ഇങ്ങനെ വളർന്നു വരുന്ന നമ്മുടെ പോടുകൾ ചെറിയൊരു ഉണക്കം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളതൊന്ന് കെട്ടിവെക്കണം. നമ്മുടെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കെട്ടണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മളിതിൽ കാണിക്കണില്ല. അത് കെട്ടിവെച്ചിട്ടില്ലെങ്കിൽ അത് പൊട്ടി പറന്നു പോവും. നമ്മളിതിൽ മുൻപ് കാണിച്ച പോലെ അപ്പൂപ്പന്താടി പോലെ അത് പറന്ന് എല്ലായിടത്തേക്കും എത്തും. അങ്ങനെയാണ് അത് നാച്ചുറലായിട്ട് പരാഗണം നടത്തുന്നത്. അപ്പോൾ നമ്മൾ കെട്ടിവെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ വിത്ത് മുഴുവൻ പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ചേച്ചി ചോദിച്ചു, ഇപ്പോഴത്തെ അപ്പൂപ്പന്താടിയൊക്കെ പുതിയ ഷേപ്പിലാണല്ലോ പറന്ന് വരണേന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്താണ്. നമ്മുടെ ടെറസുമ്മ തന്നെ പൊട്ടിപ്പോയിട്ടുള്ളതാണ്. അവരുടെ അവിടെയൊന്നും അടീനിയ ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഇവിടുന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അടീനിയത്തിൻ്റെ വിത്ത് അറിയാത്ത കുറേ പേര് നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് കേട്ടോ. നമ്മുടെ അടീനിയങ്ങൾ, നാടൻ അടീനിയങ്ങളൊക്കെ കുറേ പ്രായമായതാണ്. അതായത് ഒരു 8 കൊല്ലം 10 കൊല്ലമൊക്കെ എത്തിയ അടീനിയങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിറച്ച് വിത്തുകൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. വിത്തുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ വീഡിയോൻ്റെ താഴെയും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഒരു 15-ലധികം വിത്തുകൾ അടങ്ങുന്ന ഒരു പാക്കറ്റിന് 30 രൂപയായിട്ടാണ് നമ്മൾ നോർമൽ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നത്. DTDCയോ സ്പീഡ് പോസ്റ്റായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്തോളൂ.